അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാവരും തയ്യാറല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പണ്ട് പണ്ട്, വളരെ പണ്ട്, ഹാറൂൺ റഷീദ് എന്ന പേരുള്ളൊരു ഖലീഫ ഉണ്ടായിരുന്നു. ആ ഖലീഫയ്ക്കും അദ്ദേഹത്തിൻ്റെ മകനുമിടയിൽ സംഭവിച്ച ഒരു ചരിത്ര നിമിഷമാണ് കഥയുടെ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ കഥയിലെ ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യണേ. ഖലീഫ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? രാജാവ്. ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദ് തൻ്റെ മകനെ പഠിപ്പിക്കാനായി ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു. ഗുരുകുലം എന്നാൽ നമ്മൾ പോകുന്ന സ്കൂൾ സിസ്റ്റം പണ്ടുണ്ടായിരുന്നില്ല. മറിച്ച് അന്നുണ്ടായിരുന്നത് ഗുരുവിൻ്റെ വീട്ടിലേക്ക് ശിഷ്യരെല്ലാവരും ചെല്ലുകയും അവിടെ താമസിച്ച് ഗുരുവിനൊത്ത് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ പുസ്തക പാഠങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന എല്ലാ മര്യാദകളും ഗുരുവിൽ നിന്ന് തന്നെ ശിഷ്യർ വിദ്യാഭ്യസിക്കുമായിരുന്നു. അങ്ങനെ ഹാറൂൺ റഷീദ് തൻ്റെ മകനെ, രാജകുമാരനായ മകനെ, ഗുരുവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. മിടുക്കനായ രാജകുമാരൻ ഗുരു പറയുന്നതെല്ലാം പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കി കൂട്ടത്തിൽ മിടുമിടുക്കനായി പഠിച്ചു വളർന്നു. അങ്ങനെ ഒരു ദിവസം ഗുരുകുലത്തിൽ ഗുരുവുമൊത്ത് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കി നടക്കുന്നൊരു സമയത്ത് പിതാവും ഖലീഫയുമായ ഹാറൂൺ റഷീദ് തൻ്റെ പുത്രൻ്റെ പഠന വിവരങ്ങൾ അറിയുന്നതിനും ഗുരുവിനോട് സംസാരിക്കുന്നതിനുമായി കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ വത്സലപുത്രൻ്റെ പഠന മികവ് നേരിട്ടറിയുന്നതിനു വേണ്ടി ഒരുപാട് ആകാംക്ഷയോടെ ആ പിതാവായ രാജാവ് കാട്ടിലൂടെ അതിശീഘ്രം വന്നുകൊണ്ടിരുന്നു. അതേസമയം ഇവിടെ ഗുരുകുലത്തിൽ തൻ്റെ ഗുരുവിന് വുളൂ ചെയ്യുന്നതിന് വേണ്ടി കാല് കഴുകാൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രാജകുമാരൻ തൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ആ വെള്ളം ഗുരുവിന് വുളൂ എടുക്കുന്നതിന് വേണ്ടി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ രാജാവ് എത്തിയത്. ഈ കാഴ്ച കണ്ട രാജാവിന് ദേഷ്യം വന്നു. തൻ്റെ നാടിൻ്റെ രാജകുമാരനായ ഒരു മകനെ കൊണ്ട് ഈ ഗുരു കാണിക്കുന്ന കാഴ്ച കണ്ടിട്ടാണോ അന്ന് രാജാവിന് ദേഷ്യം വന്നിട്ടുണ്ടാവുക? അങ്ങനെയല്ലേ കൂട്ടുകാരെ നിങ്ങൾ ചിന്തിച്ചത്? എന്നാൽ ഈ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നല്ലൊരു പിതാവായിരുന്നു, നല്ലൊരു ഭരണാധികാരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ ഗുരുവോടൊപ്പം ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ ആ രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം ഗുരുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്താണ് ദേഷ്യപ്പെട്ട് സംസാരിച്ചതെന്നോ? ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ അരികിലേക്ക് അയച്ചത് വെറും വിജ്ഞാനം പകർന്നു കൊടുക്കാൻ മാത്രമല്ല, മറിച്ച് അവന് മര്യാദ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. അതായത് അദബും അറിവും പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ പക്കലിലേക്ക് അയച്ചത്. അതുകൊണ്ട് അവനോട് ഒരു കൈകൊണ്ട് വെള്ളമൊഴിക്കാനും മറ്റേ കൈകൊണ്ട് താങ്കളുടെ കാലുകൾ കഴുകിത്തരാനും പറയണം. അതാണതിൻ്റെ മര്യാദ എന്ന് രാജാവായ ആ പിതാവ് ഗുരുവിനോട് പറഞ്ഞു. അപ്പൊ ആലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, ഇതുപോലൊരു കാഴ്ച നമ്മുടെ പേരൻസ് കണ്ടാലോ? അതുമല്ലെങ്കിൽ നമ്മളൊരു പാരന്റ് ആയിരിക്കെ നമ്മുടെ മക്കളോട് ഇങ്ങനൊരു ടീച്ചർ പെരുമാറുന്നത് കണ്ടാലോ നമ്മൾ ഇങ്ങനെയാണോ പ്രതികരിക്കുക? അപ്പോൾ ഓരോ ഗുരുകുലത്തിലേക്കും അല്ലെങ്കിൽ ഓരോരുത്തരെയും സ്കൂളിലേക്കും
മദ്രസയിലേക്കും വീടെന്ന നമ്മുടെ പാഠശാലയിലും നമ്മൾ ജീവിക്കേണ്ടത് ഒരുപാട് അറിവുകൾ നുകർന്നുകൊണ്ടാണ്. മോനെ, ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകണമെന്ന് ഉമ്മ പറയുന്നതും, മോനെ പുറത്തു പോയി കഴിഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടരുതെന്ന് ഉപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതുമെല്ലാം ഇതിൽ പെടുന്നതാണ്. നമ്മൾ അറിവുള്ളവരാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. നമ്മൾ ഇൽമിന് കൊടുക്കുന്ന അഥവാ അറിവിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ മര്യാദകളിലും കൊടുക്കണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ നമ്മൾ പാലിക്കണം. മുതിർന്നവരെ ബഹുമാനിച്ചും ഗുരുക്കന്മാരെ ആദരിച്ചും താഴെയുള്ളവരെ സ്നേഹിച്ചും കൂടപ്പിറപ്പുകളെ കൂടെ കൂട്ടിയും നല്ല നല്ല കുരുന്നുകളായി നാളെയുടെ നല്ല വാഗ്ദാനങ്ങളായ നല്ല കുഞ്ഞുമക്കളായി നിങ്ങൾ ഓരോരുത്തരും വളരണം. നാളെയുടെ ലോകത്ത് ഒരുപാട് സന്തോഷങ്ങൾ നിറയുന്ന വർണ്ണശബളങ്ങളാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.